വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോ ടീച്ചർ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ഹെഡിങ് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ആർമി എഡ്യൂക്കേഷൻ കോർപ്സ് അല്ലേ. അതായത് ഇന്ത്യൻ ആർമിയിലെ ടീച്ചേഴ്സിന്റെ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ ഞാൻ പറയട്ടെ, തീർച്ചയായിട്ടും നിങ്ങളിലുള്ള സുഹൃത്തുക്കളിൽ ആർമിയിലോട്ടൊക്കെ ചേരാൻ നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ ഈ വീഡിയോ എത്തിക്കുക. അവരിലേക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അറിഞ്ഞിട്ടില്ലാത്തവരുണ്ടെങ്കിൽ, ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മെയിലിനെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഡീറ്റെയിൽസ് വഴിയെ പറയുന്നതായിരിക്കും. അയച്ചു കൊടുക്കുകയും സംശയം ഉണ്ടെങ്കിൽ ഈ ചാനലിലൂടെയോ വാട്സപ്പ് താഴെ കാണുന്ന നമ്പറിലൂടെയോ വാട്സപ്പിലൂടെയോ കോളിലൂടെയോ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഈ വീഡിയോ കണ്ട് അത് ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിൽ കമന്റിലൂടെ ചോദിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. തുടക്കത്തിൽ ഞാൻ പറയട്ടെ, RRB എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. RRB ടീച്ചർ, ഈ RRB ടീച്ചറിന്റെ കോച്ചിങ് അവൈലബിൾ ആണ്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അഡ്മിഷൻ ഇനി ഏതാനും ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫീസ് ഓൺലി 599 എന്ന് പറയുന്ന ഓഫർ പ്രൈസ് ആണ്. 599 മാത്രമാണ് ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. 50% ഓഫർ ആണ്. ഇതിന്റെ കൂടെ ഇപ്പോൾ ഓണായിരിക്കുന്ന കോഴ്സുകൾ HSA നാച്ചുറൽ സയൻസ്, അത് 5% ഓഫർ പ്രകാരം 59 ആണ്, 999 ആണ് ഫീസ്. അതുപോലെ LP UP ലോങ് ടേം, അതുപോലെ HSAയുടെ ജനറൽ ബാച്ചുകൾ, ഇത്രയും അവൈലബിൾ ആണ്. അപ്പൊ ഇതെല്ലാം 50% ഓഫർ പ്രകാരമാണ്. ക്ലാസ്, എല്ലാ ക്ലാസ്സുകളും ലൈവ് ക്ലാസ് പ്ലസ് എല്ലാത്തിന്റെയും റെക്കോർഡ് ഉണ്ടായിരിക്കും. അതുപോലെ PDF നോട്ട്സ്, PYQ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസുകൾ, അതർ എക്സാംസ്, ഇങ്ങനെയാണ് ക്ലാസ്സിന്റെ രീതി എന്ന് പറയുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് സെക്ഷനിലും കൊടുക്കും. അതല്ലാതെ ജോയിൻ ചെയ്യണമെന്ന് അല്ലെങ്കിൽ അഡ്മിഷനെ പറ്റി ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചോ. വാട്സപ്പ്, അതായത് 77 36 75 0470 എന്ന് പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജിലൂടെയോ വിളിച്ചു നോക്കി നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. വിളിക്കാൻ താഴെ കാണുന്ന 2 നമ്പറിൽ വിളിക്കാം. താഴെ സ്ക്രോൾ ചെയ്യുന്ന 2 നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. താങ്ക് യു. അപ്പൊ നമുക്ക് കടക്കാം. ഇന്ത്യൻ ആർമി എഡ്യൂക്കേഷൻ ഹവിൽദാർ റിക്രൂട്ട്മെന്റ് 2025-2026. ഇത് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ കാണുകയും എന്ത് ചെയ്യുക, ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇങ്ങനെ ചേരാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചർ പ്രൊവിഷൻസി ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. പിന്നെ ഒരു കാര്യം തുടക്കത്തിൽ പറയട്ടെ, ഇതിന് സീറ്റെറ്റോ കേറ്റെറ്റോ സെറ്റോ നെറ്റോ ഒന്നും വേണ്ട. നോ സീറ്റെറ്റ്, നോ സീറ്റെറ്റ്, നോ കേറ്റെറ്റ്, അതായത് സ്റ്റേറ്റ് ടെറ്റ് എന്ന് പറയാം അല്ലേ. എല്ലാ സ്റ്റേറ്റിന് ടെറ്റ്, നെറ്റ് ഇതൊന്നും വേണ്ട കേട്ടോ. നെറ്റ് ഇതൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അത് പറയും, എന്താണ് വേണ്ടതെന്നുള്ളത് ഓരോന്നിനുള്ള ക്വാളിഫിക്കേഷൻസ് പറയും. ഇങ്ങനെയുള്ള എക്സ്ട്രാ അധികം ക്വാളിഫിക്കേഷൻസ് തന്നെ ഇതിന് ആവശ്യമില്ല. പ്രധാന കാര്യത്തിലേക്ക് കടക്കാം നമുക്ക്. പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് അതിന്റെ ലിങ്കും കാര്യങ്ങളും അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും. അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും നോട്ടിഫിക്കേഷൻ നോക്കാനുള്ള ലിങ്കും എല്ലാം കാര്യങ്ങളിലും കൊടുത്തിരിക്കും. അപ്പൊ അത് നോക്കി നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ നോട്ടിഫിക്കേഷൻ ആരംഭിക്കുന്നത് 11/3/2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 12-ാം തീയതി മുതൽ ഇത് അപ്ലൈ ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 10/4/2025 11:59 PM ആണ്. 10/4-നാണ്. അടുത്ത മാസം 10-ാം തീയതി വരെ ഉണ്ട്. ഇതിന്റെ ഫീ എന്ന് പറയുന്നത് 250 രൂപ പ്ലസ് GST ആണ് ഫീ എന്ന് പറയുന്നത്. ഓൺലൈൻ മോഡിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 മുതൽ, ആർമി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഏജിന്റെ. 20 മുതൽ 25 വയസ്സാണ് ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത്. 1/10/2025 1/10/2025 ബോൺ ബിറ്റ്വീൻ 1/10/2000-നും 1/10/2025-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സുകൾ എന്ന് പറയുന്നത് റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഒരു PET, അതായത് PET എന്താണെന്നും PMT എന്താണെന്നും താഴെ പറയാം. ഒരു PM ടെസ്റ്റ്, അതുപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ്, ഓരോന്നായി ഞാൻ വിശദീകരിക്കാം. ഇന്റർവ്യൂ, അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, ഇത്രയുമാണ്
ഇതിന് വേണ്ടത്. ജനറലൈസ് ചെയ്ത് ഇത് യഥാർത്ഥ നോട്ടിഫിക്കേഷൻ ഞാനൊന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയാം. ഹവിൽദാർ, ഓക്കെ, IT, സൈബർ, ലിംഗ്വിസ്റ്റിക് ഭാഷ, അതായത് ഇംഗ്ലീഷ് പോലുള്ള ഇംഗ്ലീഷ്, ഹിന്ദി പോലുള്ള ഭാഷ, ലിംഗ്വിസ്റ്റിക് പരമായിട്ടുള്ള പിന്നെ ഇൻഫോ ഓപ്പറേഷൻ, ഓക്കെ, അതിൽ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ഇൻ റിലേറ്റഡ് സ്ട്രീംസ് വിത്ത് 50% മാർക്ക് വേണം. അങ്ങനെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തത് സർവേയർ ആട്ടോമേറ്റഡ് കാർട്ടോഗ്രാഫർ ആണ്. അത് 12th പാസ്ഡ് വിത്ത് PCM സബ്ജക്ട്സ് ആൻഡ് BA BSc വിത്ത് മാത്തമാറ്റിക്സ് ഓർ BE BTech അല്ലെങ്കിൽ ഡിഗ്രി ഇൻ സിവിൽ, ഇലക്ട്രോണിക്, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കൊക്കെ ഈ ക്വാളിഫിക്കേഷൻ കേൾക്കുമ്പോൾ തന്നെ അറിയാൻ നിങ്ങൾക്ക് ഇതിൽ നെറ്റിന്റെയും സെറ്റിന്റെയും ബീഡിന്റെയും ആവശ്യമില്ല എന്നുള്ള കാര്യം പലരും അറിയാൻ പറ്റും. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. പിന്നെ ഫിസിക്കൽ, ആർമി ആണല്ലോ, അപ്പോൾ ഫിസിക്കൽ സ്റ്റാറ്റസ് ഉണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ഓരോന്നും ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തരത്തിലുള്ള ഹവിദാറിനെ വിളിച്ചിട്ടുള്ള 2 തരത്തിലുള്ള ഹൈറ്റ്, പിന്നെ നല്ല ടെസ്റ്റുകൾ, റണ്ണിങ്, വെയിറ്റ്, പുള്ളപ്പ്, ചെസ്റ്റ് എക്സ്പാൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഫിസിക്കൽ ആ കാര്യങ്ങൾ. പക്ഷെ മറ്റുള്ള ആർമിയുടെ ടെസ്റ്റ് പോലെ അല്ല. ഓക്കെ, പിന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സാധാരണ പറയുന്നത് റിക്വയർമെന്റ് ഡോക്യുമെന്റ്സ് ഒക്കെ സ്വീകരിക്കുകയും സ്കാൻ ഡോക്യുമെന്റ് ഉണ്ടാക്കുകയും ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുകയും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുകയും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ലോങ് പ്രോസസ്സ് തന്നെയാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫൈനൽ പ്രിന്റ് ഔട്ട് എടുക്കുന്ന സെക്ഷൻ വരെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, ഇന്ത്യൻ ആർമി ഇൻവൈറ്റഡ് ആപ്ലിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ്സ് ഓഫ് ഹവിൽദാർ എഡ്യൂക്കേഷൻ ഇൻ ദ കാറ്റഗറി ഓഫ് IT, സൈബർ ഇൻഫർമേഷൻ ഓപ്പറേഷൻ ആൻഡ് ലിംഗ്വിസ്റ്റിക്. ഓക്കെ, ലിംഗ്വിസ്റ്റിക് ഇൻ ആർമി എഡ്യൂക്കേഷണൽ കോർപ്സ്, ആർമി എഡ്യൂക്കേഷണൽ കോർപ്സ്, ആർമി എഡ്യൂക്കേഷണൽ കോർപ്സ്, AEC ആണ്. അവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് all eligible unmarried male candidates can apply എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, all eligible unmarried male candidates എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്രയും പെട്ടെന്ന് ഇത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ബന്ധുക്കളിലേക്ക്, അങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്നവരിലേക്കൊക്കെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതിന്റെ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റ് ഇതാണ്, joinindiaarmy.nic.in. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അതുവഴി നിങ്ങൾക്ക് നേരിട്ട് സൈറ്റിൽ കയറാവുന്നതാണ്. ഓക്കെ, അപ്പൊ സൈറ്റിൽ കയറുമ്പോൾ എന്താണ് കാണുന്നത് ലാസ്റ്റ് ഞാൻ എങ്ങനെയാണ് വരുന്നത് ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം അതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. ഓക്കെ, എന്തൊക്കെയാണെന്നുള്ളത് തുടക്കത്തിലേ പറഞ്ഞ കാര്യങ്ങളാണ്. അതില് എക്സാമില് ഫസ്റ്റ് നിങ്ങൾക്കൊരു എന്താ പറയാ 3 phases ഓഫ് ഈ എക്സാം ആണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. 3 ഘട്ടങ്ങളായിട്ടാണ് എക്സാം നടത്തുന്നത്. ഓക്കെ, അതിൽ phase 1 ആൻഡ് phase 2 എന്ന് പറയുന്നത് ഒരു CE ആണ്, കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഒന്നാമത്തത്. രണ്ടാമത്തത് റിക്രൂട്ട്മെന്റ് റാലി എന്ന് പറയുന്ന റാലി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ റാലിയുടെ ഡോക്യുമെന്റേഷനും ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ PMT എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ്, നിങ്ങൾക്ക് നിങ്ങളെ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഭാഗത്തൊക്കെ താമസിക്കാൻ പറ്റുന്നതൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമതായിട്ട് വരുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ്, സ്കിൽ ടെസ്റ്റ് ആൻഡ് പേഴ്സണൽ ഇന്റർവ്യൂ. ഇത്രയാണ് ഇതിൽ വരുന്നത്. കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, സിമ്പിൾ പ്രോസസ്സുകൾ തന്നെയാണ്. ഓക്കെ, ഇനി കോമൺ എൻട്രൻസ് എക്സാമിനെ പറ്റി അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. കോമൺ എൻട്രൻസ് ടെസ്റ്റിൽ അതായത് പേപ്പർ 1 പേപ്പർ 2 ഉണ്ട്. CE പേപ്പർ 1 50 ക്വസ്റ്റ്യൻസ് ആണ്, 50 മാർക്കിന് 1 hour ഡ്യൂറേഷനിൽ. പേപ്പർ 2 100 ക്വസ്റ്റ്യൻസ് ആണ്. അത് എന്തൊക്കെയാണെന്നും പറയുന്നുണ്ട്. പേപ്പർ 1 GK, ജനറൽ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് ആണ്. ഓക്കെ, സിമ്പിൾ 50 മാർക്കിന്. പേപ്പർ 2 എന്ന് പറയുന്നത് നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിലെ സ്പെസിഫിക് സബ്ജക്ട് ട്രേഡ് അനുസരിച്ചുള്ള 2 hourലുള്ള ഒരു എക്സാമിനാണ്. മാർക്ക് 100 മാർക്കാണ്, 2 hour. അപ്പൊ അങ്ങനെ 2 എക്സാംസ്. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് പേപ്പർ ആൻഡ് സെക്കൻഡ് പേപ്പേഴ്സ്, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ 100 മാർക്കുള്ളതും 50 മാർക്കുള്ളതും രണ്ടിനും മിനിമം 40% മാർക്ക് നമ്മൾ വാങ്ങിക്കണം കേട്ടോ. ഓക്കെ, രണ്ടിനും 40% മാർക്ക് വാങ്ങിക്കണം, എങ്കിലാണ് നമുക്ക് ഇത് പാസ്സാകാൻ പറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു മൂന്നാമത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ PET എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു PFT എന്ന് പറയുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട്. അത് ഓട്ടം, പുള്ളപ്പ്, സിക്സാക് ബാലൻസ്, 9 feet ഡിച്ച്. ഓക്കെ, ഇതൊക്കെ
ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് വരുന്നതാണ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് ആണ്. നമ്മുടെ ഹൈറ്റും ചെസ്റ്റിന്റെ അളവും വെയിറ്റും ഒക്കെ നോക്കുന്ന ആ ഒരു കാര്യമാണ്. പിന്നെ അതിൽ ഓരോ കാറ്റഗറിയിൽ ഓരോ സ്ഥലത്തുള്ളവർക്കുള്ള അളവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഡീറ്റെയിൽ പറയുന്നുണ്ട്. നോട്ടിഫിക്കേഷനിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് വെസ്റ്റേൺ ഹിമാലയത്തിലുള്ളവര്, ഈസ്റ്റേൺ ഹിമാലയക്കാര്, അതുപോലെ തന്നെ പിന്നെ വെസ്റ്റേൺ പ്ലെയിൻസിലുള്ളത്, ഈസ്റ്റേൺ പ്ലെയിൻസിലുള്ളത്, സെൻട്രൽ പ്ലെയിൻസിലുള്ളത്, സദേൺ പ്ലെയിൻസിലുള്ളത്, ഗൂർഖാസ്, ലഡാക്കിലുള്ളവർക്കുള്ളത്. കാരണം അവിടെയൊക്കെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയതുകൊണ്ടാണ് കൊടുക്കുന്നത്. പിന്നെ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സിലുള്ളത്, ലക്ഷദ്വീപ്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ സ്പെസിഫൈ ചെയ്ത് ഓരോ പൊക്കവും വണ്ണവും ചെസ്റ്റളവും ഒക്കെയാണ് അവർ പറയുന്നത്. അതെല്ലാം വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഇന്ത്യൻ ആർമി പറയുന്നുണ്ട്. അതുകൂടാതെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്, അപ്പം അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നതിൽ നമുക്ക് നിങ്ങളെ പോസ്റ്റ് ചെയ്യുമ്പോൾ, കാരണം മിലിറ്ററി ആണല്ലോ, പല സാഹചര്യങ്ങളിൽ ജീവിക്കണല്ലോ, അപ്പൊ അതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുമെന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ആണ്. അതറിയാം, ആർമിയിലൊക്കെ പോകാൻ നിൽക്കുന്നവർക്ക് അറിയാം. പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ, നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള പ്രോസസ്, മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഫേസ് 2-ലെ PFTയും PMDയും അഡാപ്റ്റബിലിറ്റി ടെസ്റ്റും മെഡിക്കൽ എക്സാംസും ഇന്റർവ്യൂവും ഒക്കെ നടന്ന സ്ഥലങ്ങൾ, കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ ട്രെയിനിങ് ഒക്കെ ചെയ്യിപ്പിക്കും. ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇടും. അതിനുശേഷം അവരിവിടെ പറയുന്നുണ്ട്, candidates finally selected will be enrolled Havildar education and will have to undergo 19 weeks of basic training followed by 34. ആദ്യം 19 ആഴ്ചയിലെ ട്രെയിനിങ്, അതിന് തുടർന്ന് 34 വീക്കിലെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. AAC ട്രെയിനിങ് കോളേജ് ആൻഡ് സെന്റർ പശ്ചിമാഹി MP-യിൽ വെച്ചിട്ട് മധ്യപ്രദേശിലാണ് ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരിക്കും. ഇത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ്. ആ ട്രെയിനിങ് സമയത്തൊക്കെ നിങ്ങൾക്ക് സാലറി കിട്ടുന്ന ഒരു ഇതായിരിക്കും. ഓക്കെ, എക്സാമിനേഷൻ ഫീസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. 250 പ്ലസ് എന്താ പറയാ GST ആണ് ഫീസ് അടയ്ക്കേണ്ടത്. അപ്പൊ ഇതാണ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുമാണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മെയിലാണ് പ്രൊവിഷൻസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒറിജിനൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇന്ത്യൻ ആർമി invites online application from candidates for recruitment of the Havildar education in the category of IT, cyber, information operation and linguistic. Okay. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ആദ്യം പറയുന്നത്. അതിൽ ഏതൊക്കെ പോസ്റ്റ് ആണ് നോക്കാം. അതില് കാറ്റഗറി ട്രേഡ്, ഹവിൽദാർ IT ആൻഡ് സൈബർ. അതില് പ്രയോറിറ്റി 1 BSc MSc ഇൻഫർമേഷൻ സെക്യൂരിറ്റി, BSc MSc ഇൻഫർമേഷൻ ടെക്നോളജി IT പഠിച്ചവർക്ക്, സൈബർ സെക്യൂരിറ്റി പഠിച്ചവർക്ക്, ക്രിപ്റ്റോളജി പഠിച്ചവർക്ക്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് BSc അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക്, അല്ലെങ്കിൽ BCA MCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചവർക്ക്, BSc ഡാറ്റ അനാലിസിസ് പഠിച്ചവർക്ക്, BSc ഡാറ്റ സയൻസ്, ഓക്കെ, BSc MSc AIR അല്ലെങ്കിൽ ML ഓറിക്കൽ. ഇത്രയും ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഒരുമിച്ച് വിളിച്ചിട്ടുണ്ട്. അതില് പ്രധാനമായിട്ട് അവർ പറയുന്നത് ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ മിനിമം 50% വേണം. ഗ്രാജുവേഷൻ ആണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ 50% മാർക്ക് വേണം. രണ്ടാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് BA, MA or BSc or MSc, അത് മാത്തമെറ്റിക്സ്, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബിടെക്, ഇലക്ട്രോണിക്സ്. ഓക്കെ, അപ്പൊ ഫിസിക്സുകാർക്ക് പറ്റും, മാത്തമെറ്റിക്സുകാർക്ക് പറ്റും, കെമിസ്ട്രിക്കാർക്ക് പറ്റും. ഓക്കെ, ഓർക്കുക, കമ്പ്യൂട്ടർ സയൻസുകാർക്കും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാർക്കും മാത്രമല്ല, നമ്മുടെ മാത്തമെറ്റിക്സ് പഠിച്ചവർക്കും ഫിസിക്സ് പഠിച്ചവർക്കും കെമിസ്ട്രി പഠിച്ചവർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ 30 മാർക്ക് ബോണസ് മാർക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്ത ഹവീദാർ ഇൻഫർമേഷൻ ഓപ്പറേഷൻ, രണ്ടാമത്തെ പോസ്റ്റ്. അതിലും ഇത് തന്നെയാണ് ഈ പറയുന്നത്, നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതിലും ഈ പറഞ്ഞത് ഫിസിക്സുകാരെ വിളിച്ചിട്ടുണ്ട്, കെമിസ്ട്രിക്കാരെ ഉണ്ട്, ഇലക്ട്രോണിക്സുകാരുണ്ട്. ഓക്കെ, പിന്നെ ലിംഗ്വിസ്റ്റിക് BA MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓക്കെ, BA അല്ലെങ്കിൽ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചവർക്കും, ഉറുദു ലിറ്ററേച്ചർ പഠിച്ചവർക്കും, കാശ്മീരി ലിറ്ററേച്ചർ, ടിബറ്റൻ ലാംഗ്വേജ് സ്റ്റഡീസ്, ഇതൊക്കെ പഠിച്ചവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്.
BA or MA എല്ലാത്തിനും 50% മാർക്ക് വേണമെന്നുള്ളൂ. പിന്നെ ഹവിൽദാർ ലിംഗ്വിസ്റ്റിക്കില് വിളിച്ചിരിക്കുന്നത് ഫോറിൻ ലാംഗ്വേജസ് ആണ്, ചൈനീസ്, മ്യാൻമാർ ഒക്കെയാണ്. പിന്നെ ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. BA MA ഇംഗ്ലീഷ് പഠിച്ചവർക്കും ലിംഗ്വിസ്റ്റിക് വിളിക്കുന്നത്. രണ്ടാമത്തെ പ്രയോറിറ്റി പറയുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, പൊളിറ്റിക്കൽ സയൻസ്, BA MA പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ BA അല്ലെങ്കിൽ MA ഹിസ്റ്ററി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി. അപ്പൊ ഒരുവിധം എല്ലാവരെയും വിളിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. കെമിസ്ട്രിക്കാരും ഇംഗ്ലീഷുകാരും ഫിസിക്സുകാരും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസുകാരും മാത്തമാറ്റിക്സുകാരും ഹിസ്റ്ററിക്കാർക്കും ഒക്കെ ഇതിൽ അപ്ലൈ ചെയ്യാം എന്നാണ് ചുരുക്കം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണമെന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ വേണമെന്നേ ഉള്ളൂ, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും ഒക്കെ വേണമെന്നേ ഉള്ളൂ. അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ആ നോട്ടിഫിക്കേഷൻ കിടക്കുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ. അതിപ്പോ ഇവിടെ വീണ്ടും ഒന്നേന്ന് പറയേണ്ട കാര്യമില്ല. എക്സാമിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഫീസ് സ്ട്രക്ചർ പറഞ്ഞു, റിട്ടൺ എക്സാമിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മൾ 2 തരത്തിലുള്ള എക്സാംസ് ആണ്, ആദ്യം 50 മാർക്കിന്റെ പിന്നെ 100 മാർക്കിന്റെ കാര്യങ്ങൾ പറഞ്ഞു. മിനിമം 40%, മിനിമം രണ്ടിനും കൂടി എന്ത് ചെയ്യണം, 40% മാർക്ക് വാങ്ങിക്കുകയും വേണമെങ്കിൽ മാത്രമാണ് പാസ്സാകുന്നതെന്നും പറഞ്ഞു. പിന്നെ ബാക്കി മിനിമം പാസിംഗും ഉണ്ട്, അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. മിനിമം പാസിംഗ് എന്ന് പറഞ്ഞാൽ 40% ആണ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ PFT PMT അതുപോലെ മെഡിക്കൽ എക്സാമിനേഷൻ ഒക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഏതൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഡൊമിസൈൽ, കാസ്റ്റ്, കോളേജ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറെ സർട്ടിഫിക്കറ്റ്സ് ആർമി ഒക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാം എന്തൊക്കെ വേണമെന്നുള്ളത്. ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അഫിഡവിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ആ കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ നമ്മുടെ ഐഡന്റിറ്റി, പാൻ കാർഡ്, ആധാർ കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ ഇന്റർവ്യൂ, ഫൈനൽ സെക്ഷൻസ് ഒക്കെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഫൈനൽ സെക്ഷൻ നടക്കുന്നത്. പിന്നെ അവിടെ ഉള്ളത് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകുന്നില്ല, കാരണം ഇതെല്ലാം നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, നോട്ടിഫിക്കേഷൻസ് അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇപ്പം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരുടെ സോഴ്സ് അറിയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റി അറിയായിരിക്കും. അപ്പൊ അവർ മാത്രം അത് നോക്കിയാൽ മതി. അങ്ങനെയുള്ളവർ നോക്കിയാൽ അല്ല, അങ്ങനെയുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്കൊക്കെ ഈ വെറുതെ അനിയന്മാർ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കള്, ബന്ധുക്കള്, ഇവരൊക്കെ BA MA ഒക്കെ പഠിച്ചിട്ട് നല്ല പോലീസിലൊക്കെ ഇങ്ങനെ ചേരാനായിട്ട് നിൽക്കുന്നവര്, പോലീസിൽ ലിസ്റ്റിലായിട്ട് നിൽക്കുന്നവര്, നല്ല ഫിസിക്കുള്ളവര്, ഇങ്ങനെ പഠിച്ചിട്ടുള്ളവര്, 50% മാർക്കുള്ളവരൊക്കെ പെട്ടെന്ന് അപ്ലൈ ചെയ്തോളൂ കേട്ടോ. ഒരുപാട് പോസ്റ്റിംഗ് ഉണ്ട്. ഓക്കെ, അതിനെപ്പറ്റി എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ബാക്കി എന്താ പറയാ, ഡിക്ലറേഷൻ കാര്യങ്ങൾ, കേസൊക്കെ ഇല്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം കൊടുക്കണം. അതെല്ലാം ആപ്ലിക്കേഷൻസിൽ പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. അടിസ്ഥാനമായിട്ട് പറയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറയുകയാണ്, നമ്മുടെ കേരള റീജിയനെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ പഠിക്കുന്ന സാധാരണ കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം BA MA ഓക്കെ, അല്ലെങ്കിൽ MSc BSc ഓക്കെ, അതിൽ പ്രധാനമായിട്ടും മാത്തമാറ്റിക്സ്, ഹിസ്റ്ററി, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡാറ്റ അനാലിറ്റിക്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കോമൺ കോഴ്സ് പഠിച്ച എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാം. വളരെ നല്ലൊരു പോസ്റ്റ് ആണ്, നല്ല സാലറി ഉണ്ട്. ഓക്കെ, ആർമിയിലെ സാലറി പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഓക്കെ, അങ്ങനെയുള്ള സാലറി ഉണ്ട്. പിന്നെ കോമൺ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമും ആണ്, നിങ്ങൾ തന്നെ കണ്ടാണ് സിലബസ്. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവിടെ പഠിക്കാനുള്ളൂ. ഓക്കെ, പിന്നെ ബാക്കി രണ്ടാമത്തെ എക്സാം ഞാൻ ഇന്നലെ KVS നടത്തുന്നത് പറഞ്ഞതുപോലുള്ള 100 മാർക്ക്, രണ്ടാമത്തെ എക്സാം 100 മാർക്കിന്റെ സബ്ജക്റ്റ് ആണ്. ഓക്കെ, സബ്ജക്ട് ടെസ്റ്റ് ആണ്. അപ്പൊ PC പോലെ അല്ല, സബ്ജക്ട് ടെസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ എക്സാംസ് ഉണ്ട്. ജനറൽ എക്സാംസിന് വളരെ ചെറിയ പോർഷൻസേ ഉള്ളൂ. അപ്പൊ രണ്ടിനും 40% മിനിമം മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. അപ്പം ആഗ്രഹിച്ച് നിൽക്കുന്ന, ആർമിയിലോട്ട് പോകാനായിട്ടൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് ആ ഫിസിക്കും ഉണ്ട്, അവർ സാധാരണ ഒരു പോസ്റ്റിലേക്ക് ഓടിക്കയറാനായിട്ടൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ, ഇത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ടീച്ചർ ആവാനുള്ള, ഒരു എഡ്യൂക്കേറ്റർ ആകാനുള്ള ആഗ്രഹം അവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പോസ്റ്റിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ് ഈ ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ഇതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് വേണം എന്ന് ആഗ്രഹമുള്ളവര് കമന്റ് സെക്ഷനിലൂടെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാവുന്നതാണ്. അപ്പൊ ഇത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അപ്പം ദയവായിട്ട് നിങ്ങൾ എല്ലാവരിലേക്കും, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ബന്ധുക്കളിലേക്ക്, ചിലപ്പം കാണാം ഇത് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒത്തിരി പേര് കാണും. അപ്പൊ അവരിലേക്കൊക്കെ, ചെറുപ്പക്കാരിലേക്കൊക്കെ ഇത് എത്തിക്കുക. ബി.എഡ് വേണ്ട, ബി.എഡിനെ കുറിച്ച് മിണ്ടുന്നില്ല, സീറ്റെറ്റ് വേണ്ട, സീറ്റെറ്റ് വേണ്ട, ഓക്കെ, എസ്റ്റെറ്റ് വേണ്ട, സ്റ്റേറ്റ് ടെറ്റ് വേണ്ട, ഒന്നും തന്നെ വേണ്ട. ജസ്റ്റ് ഡിഗ്രി ഓർ PG എന്നുള്ളതാണ്. ഡിഗ്രി ഓർ PG 50% മാർക്ക് എന്നുള്ളതാണ് ജസ്റ്റ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഇത് എല്ലാവരിലേക്കും എത്തിക്കുക. ആർമിയിലോട്ട് പോകാൻ കാത്തു നിൽക്കുന്നവരിലേക്കൊക്കെ എത്തിക്കുക. അതുപോലെ തന്നെ ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ അവസാനമായിട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഓക്കെ, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് ഉണ്ട്. ഓക്കെ, ലിങ്ക് ഇട്ടിരിക്കും. അതുവഴി നിങ്ങൾക്ക് ഡയറക്റ്റ് കയറാൻ പറ്റും, അല്ലെങ്കിൽ ഗൂഗിൾ വഴി ഡയറക്റ്റ് കയറാൻ പറ്റും. അപ്പൊ നമ്മൾ കയറുന്ന സമയത്ത്, ഗൂഗിളിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ ഈ അഡ്രസ് joinindianarmy.nic.in, ഈ ഒരു അഡ്രസ്, ഓക്കെ, ഈ ഒരു അഡ്രസ് joinindianarmy.nic.in എന്നും പറഞ്ഞ് നമ്മൾ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാല് ഓക്കെ, ജോയിൻ വന്നു. ജോയിൻ ഞാൻ കൊടുക്കുമ്പോഴത്തേക്ക് ഇതേ കണക്കൊരു വിൻഡോ വന്ന് നിൽക്കും. ഇതിൽ നിങ്ങൾ ഇവിടുത്തെ ക്യാപ്ച എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ, ഈ ക്യാപ്ച ഇവിടെ എൻട്രി ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾ ഇതേ ഒരു വിൻഡോയിൽ എത്തും. ഈ വിൻഡോയിൽ എത്തും. ഇവിടെ നിങ്ങൾക്ക് ആ പോസ്റ്റും കാര്യങ്ങളും എല്ലാം കിടക്കുന്നുണ്ട്. ഇതിൽ നോക്കി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടാണ്. അപ്പൊ അതിന് മുമ്പ് ഞാൻ ഈ കാണിച്ച ആ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയും അതിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്, എന്തെല്ലാം സർട്ടിഫിക്കറ്റ് വേണം, എന്തെല്ലാം അപ്ലോഡ് ചെയ്യാം. അതാണ് ഈ ഒരു മാസത്തോളം ഡേറ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഇടയ്ക്ക് റിമൈൻഡർ തരാം. ഓക്കെ, അപ്പൊ സർട്ടിഫിക്കറ്റ്സ് മാറ്റാൻ അപ്ഡേറ്റ്സ് ഇത് ചെയ്യേണ്ടത് ഇന്ത്യൻ ആർമിയാണ്, അറിയായിരിക്കുമല്ലോ. അപ്പം തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നല്ല പ്രൊഫഷനാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഒന്നുകൂടി പറയുന്നു, ചാനൽ ഇതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ സത്യസന്ധമായ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് ഒത്തിരി പോസ്റ്റ് വരുന്ന മിക്ക പോസ്റ്റുകളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ ആദ്യം പറഞ്ഞതുപോലെ RRB ടീച്ചറിന്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിലോ ഞാൻ പറഞ്ഞതുപോലെ വാട്സ്ആപ്പ് നമ്പറിലോ ഒക്കെ ബന്ധപ്പെടാവുന്നതാണ്, അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇതിനെ ഇപ്പം കണ്ടിന്യൂറ്റി ആയി തന്നെ റെയിൽവേയുടെ കണ്ടിന്യൂടെ തന്നെ അടുത്ത മാസം മുതൽ KVS-ന്റെയും NVS-ന്റെയും EMRS-ന്റെയും ക്ലാസ്സുകളും ആരംഭിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയ എൻക്വയറി നിങ്ങൾക്ക് നടത്താവുന്നതാണ്, വിളിച്ചു ചോദിക്കാവുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, എല്ലാവർക്കും നല്ല ദിവസം ആയിരിക്കട്ടെ. വെരി ഗുഡ് മോർണിംഗ് ആദ്യം പറയേണ്ടതാണ്, എന്നാൽ അവസാനം പറയുന്നു. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ്. താങ്ക് യു ഓൾ. ദയവായിട്ട് ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. ജയ് ഹിന്ദ്, വന്ദേ മാതരം.